നമസ്കാരം. കേരളത്തിലെ സാധാരണ ജനങ്ങളെ തരിവിഡ്ഢികളും പൊട്ടന്മാരുമാക്കുന്ന ഒരു ഏർപ്പാടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു മനുഷ്യക്കടത്തിന്റെ പേരിൽ എന്നുള്ളതാണല്ലോ വിവാദ വിഷയം. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിലും ന്യൂനപക്ഷ പീഡനത്തിന്റെ പേരിലും ആണ് ഈ കോലാഹലങ്ങൾ എങ്കിൽ ഇതേപോലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ഒരു കേസ് കേരളത്തിൽ മുൻപുണ്ടായിരുന്നു. അധികം കാലമൊന്നുമായിട്ടില്ല, പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുമ്പോൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും മനുഷ്യക്കടത്തിന്റെ പേരിലും ആണ് അറസ്റ്റ് ചെയ്തത് പ്രതിഷേധാർഹമാണെങ്കിൽ അവിടേക്ക് ഇത്രയും കോലാഹലം കൂട്ടിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരും CPM-ന്റെ നേതാക്കന്മാരുമെല്ലാം ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക്, തൃശ്ശൂരിലേക്ക് ഇങ്ങനെ ഒരു മാർച്ച് നടത്താതിരുന്നത്, ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ അയക്കാതിരുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇതുപോലെ ഒരു പ്രതിഷേധ പ്രകടനങ്ങളും കോലാഹലം നിത്യേനയുള്ള ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചാനൽ ചർച്ചകളും നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് മലയാള പത്രങ്ങളിൽ, കേരളത്തിലെ പത്രങ്ങൾ, മലയാളത്തിലും ഇംഗ്ലീഷിലും അടക്കമുള്ള പത്രങ്ങളിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വാർത്തകളും സ്റ്റോറികളും ചമയ്ക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അന്ന് കേരളത്തിൽ ഇത് നടന്നപ്പോൾ കന്യാസ്ത്രീ പീഡനമാണ് വിഷയമെങ്കിൽ, ന്യൂനപക്ഷ പീഡനമാണ് വിഷയമെങ്കിൽ, ക്രിസ്ത്യൻ പീഡനമാണ് വിഷയമെങ്കിൽ, ഇന്ന് ഛത്തീസ്ഗഡിന്റെ പേരിൽ കേരളത്തിലും രാജ്യത്തെമ്പാടും നടത്തിയ അതേ കോലാഹലങ്ങളും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ആക്രോശങ്ങളും അക്രമങ്ങളും ചർച്ചകളും വാർത്തകളും എല്ലാം അന്ന് കേരളത്തിന്റെ പേരിൽ ഉണ്ടാകാതെ ഇരുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് പ്രതിഷേധിക്കുന്നവരുടെയൊക്കെ പിതാക്കന്മാർ മറ്റാരെങ്കിലും ആയിരുന്നത് കൊണ്ടാണോ, ഇന്ന് വേറെ ആയതുകൊണ്ടാണോ എന്നുള്ള കാര്യം ഒന്ന് അറിയേണ്ടതുണ്ട്. ഈ ഇരട്ടത്താപ്പിന്റെ കാരണം സത്യത്തിൽ തുറന്നു പറയേണ്ടതുണ്ട്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അവർക്ക് ചൂട്ടുപിടിക്കുന്ന ചില മതത്തിന്റെ പേരിൽ നടക്കുന്ന ചില ആൾക്കാരും. മറ്റൊന്ന്, കുറച്ചു നാൾ മുമ്പാണല്ലോ, അധികം കാലമായില്ല, മഹാരാഷ്ട്രയിലെ പാൽഘാർ എന്ന് പറയുന്ന സ്ഥലത്ത് വൃദ്ധരായ 2 സന്യാസിമാരെ അവർ യാത്ര ചെയ്യുമ്പോൾ വഴിതെറ്റി മറ്റൊരു സ്ഥലത്തെത്തി അവർക്ക് ദിക്കറിയാതെ പെട്ടുപോയപ്പോൾ അവിടെ കൂടി അവരെ വളഞ്ഞ അനേകം ആൾക്കാർ വളഞ്ഞു നിന്ന വൃദ്ധരായ ആൾക്കാരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ അടിച്ചും കുത്തിയും വെട്ടിയും എല്ലാം ഇഞ്ചിഞ്ചായി കൊന്നത് ലൈവായിട്ട് ലോകം മുഴുവൻ കണ്ടതാണ്. എന്തുകൊണ്ട്? 2 പ്രായമായ 2 സന്യാസിമാർ കൊല്ലപ്പെട്ടപ്പോൾ, ഇവിടെ കൊലപാതകമൊന്നും നടന്നിട്ടില്ല, അറസ്റ്റും ഒരു കേസും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. അന്ന് ഇത്ര ക്രൂരമായ പീഡനം നടത്തി അവരെ കൊന്നപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കാഞ്ഞത്? രാജ്യമെമ്പാടും അവർ പ്രസ്താവനകൾ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ അവിടേക്ക് അന്വേഷണ കമ്മീഷനെ അയക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പം മതപീഡനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതപരമായ സ്വാതന്ത്ര്യമില്ലായ്മയുടെ പേരിലായിരുന്നെങ്കിൽ സന്യാസിമാരെ അടിച്ചു കൊന്നപ്പോൾ ഇതേ പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു, ഇതേ പ്രകടനങ്ങൾ നടത്തേണ്ടതായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഇത് മതത്തിന്റെ വിഷയമല്ല, ന്യൂനപക്ഷ പീഡനമോ ക്രിസ്ത്യൻ പീഡനമോ കന്യാസ്ത്രീകളുടെ അറസ്റ്റോ അല്ല വിഷയം. തനി ശുദ്ധ തട്ടിപ്പാണ് എന്നർത്ഥം, തനി തട്ടിപ്പാണ്, തനി രാഷ്ട്രീയമാണ് എന്നർത്ഥം. ഈ കപടമായ രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങളെ ഇനി കിട്ടില്ല എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിലെ സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ജനങ്ങളും ഏത് പാർട്ടിയിലും ജാതിയിലും മതത്തിലും പെട്ടവരുമാണെങ്കിലും അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നാളെ നിങ്ങളും ചതിക്കപ്പെടും. ഇന്ന് ഈ രാഷ്ട്രീയ തട്ടിപ്പിന്റെ പേരിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ നാറിയ നാടകങ്ങൾ കളിക്കുമ്പോൾ അതിന് ചില ആൾക്കാർ ഒറ്റുകാരായിട്ടോ ചില ആൾക്കാർ സ്വയം മതത്തിന്റെ പേരിൽ ചില ആൾക്കാർ സ്വയം വിറ്റ് അവർക്ക് വേണ്ടി വായ തുറക്കുന്നതും കണ്ടു. അങ്ങനെ സ്വയം വിൽക്കുന്നവരെ അനുസരിക്കുന്ന, അല്ലെ അവരെ നേതൃത്വ സ്ഥാനത്ത് കാണുന്ന, അല്ലെങ്കിൽ അവരെ ബഹുമാന്യ സ്ഥാനത്ത് കാണുന്ന സാധാരണ ആൾക്കാരും വിശ്വാസികളും സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം സ്വയം വിൽക്കാൻ തയ്യാറുള്ളവർ നാളെ നിങ്ങളെയും വിൽക്കില്ല എന്നുറപ്പില്ല. സ്വയം വിൽക്കാൻ, സ്വന്തം മാനത്തിന് ബല കൽപ്പിക്കാതെ സ്വയം വിൽക്കാൻ, മറ്റുള്ളവരുടെ രാഷ്ട്രീയ തട്ടിപ്പിന് കൂട്ടുനിൽക്കാൻ മടിയില്ലാത്ത അത്തരം ആൾക്കാർ, അവർ രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും മതത്തിന്റെ പേരിലാണെങ്കിലും മറ്റെന്തിന്റെയെങ്കിലും പേരിലാണെങ്കിലും അങ്ങനെ സ്വയം വിൽക്കാൻ മടിയില്ലാതെ ഉള്ളവർ നാളെ
അവരുടെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെയും വിൽക്കും എന്നുള്ള കാര്യം അതിന് പിന്തുണ കൊടുക്കുന്ന ആൾക്കാർ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഈ രാഷ്ട്രീയ തട്ടിപ്പിന് ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. ന്യൂനപക്ഷ പീഡനവും ക്രിസ്ത്യൻ പീഡനവും കന്യാസ്ത്രീ പീഡനവുമാണെങ്കിൽ ഈ കോപ്രായങ്ങളൊക്കെ എന്തുകൊണ്ടാണ് കേരളത്തിൽ നടത്താതിരുന്നത്? കേരളത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ കൃത്യമായ ഉത്തരം കിട്ടേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മതപീഡനം എന്നുള്ളതായിരുന്നു വിഷയമെങ്കിൽ 2 വൃദ്ധ സന്യാസിമാരെ അടിച്ചു കൊന്നപ്പോൾ, വെട്ടിയും കുത്തിയും ചവിട്ടിയും മണിക്കൂറുകളോളം ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചു കൊന്നപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ അവിടേക്ക് പ്രകടനം നടത്തിയില്ല? എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അവിടേക്ക് ഓടിയെത്തിയില്ല? ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട്. അത് ചെയ്യാൻ അതിന് സത്യസന്ധമായ ഒരു ഉത്തരം പറയാൻ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ആരുടെയൊക്കെയോ മൂട് താങ്ങുന്നു, പൃഷ്ഠം താങ്ങുന്നു എന്ന് കണക്കാക്കേണ്ടി വരും. മറ്റുള്ളവരുടെ വിഴുപ്പ് അലക്കിക്കൊടുത്തും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂട്ടിക്കൊടുത്തും ഒന്നുമല്ല രാഷ്ട്രീയം നടത്തേണ്ടത്. രാഷ്ട്രീയം കളിക്കേണ്ടത് നിങ്ങൾ അധികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അധികാരം നേടാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ മത്സരിക്കുകയോ ചെയ്യേണ്ടത്. മാന്യമായ എന്തെങ്കിലും രാഷ്ട്രീയം പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തത്വശാസ്ത്രമോ പ്രത്യയശാസ്ത്രമോ ഉണ്ടെങ്കിൽ അത് പറയാം. നിങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾക്ക് അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ. അല്ലാണ്ട് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കഥ പറഞ്ഞ് ഇന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അമ്മൂമ്മ മരിച്ചതാണ്. അമ്മൂമ്മ മരിച്ചതിന് കാരണക്കാരായിരുന്നു? ആ കാരണക്കാരെ ഉണ്ടാക്കിയതാരായിരുന്നു? അതേ അമ്മൂമ്മ തന്നെയാണ് മരിച്ചത്. പാർലമെന്റിലാണോ പറഞ്ഞത് എന്നറിയില്ല ശ്രീമതി പ്രിയങ്ക പറഞ്ഞത് എൻ്റെ അമ്മൂമ്മ കണ്ണീരൊഴുക്കിയതും രക്തമൊഴുക്കിയതും നാടിന് വേണ്ടിയാണെന്നും ഭീകരരാൽ കൊല്ലപ്പെട്ടു. ആ ഭീകരരെ സൃഷ്ടിച്ച് കുടം തുറന്ന് ഭൂതത്തെ വിട്ടത് തന്നെ അതേ അമ്മൂമ്മയാണെന്നുള്ള കാര്യം മറച്ചു വെച്ചത് എന്തിനാണ് ഈ കോൺഗ്രസ് നേതാവ് എന്നുള്ളതും കൂടി പറയേണ്ടതുണ്ട്. ഏതായാലും അനേകം വർഷങ്ങളായി കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ ന്യൂനപക്ഷത്തിന്റെ പേരും പറഞ്ഞ് നടത്തുന്ന തട്ടിപ്പും കൊള്ളരുതായ്മയും ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. 2 കൂട്ടത്തിലും പെടാത്ത സാധാരണ എല്ലാ പൗരന്മാരും മനസ്സിലാക്കിയാൽ നന്ന്. അല്ലെങ്കിൽ അവരുടെ ഈ കപട രാഷ്ട്രീയവും തട്ടിപ്പും നാളെ നിങ്ങളെയും നിങ്ങളുടെ പൈതൃകത്തെയും നിങ്ങളുടെ കൂടെയുള്ളവരെയും വിൽക്കാൻ, നിങ്ങളെ വിറ്റ് അവരേത് ഹീനകൃത്യത്തിനും അധികാരം നേടാൻ ഏത് ഹീനകൃത്യത്തിനും മടിയില്ലാത്ത, ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യത്തിന്റെ ഉടമകളാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും. ആ വൃത്തികെട്ട രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോയി നിങ്ങൾ അപമാനിതരാവരുത്, നിങ്ങളുടെ വ്യക്തിത്വം നശിപ്പിക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഏതായാലും ഈ 2 കാര്യത്തിന് ഉത്തരം പറയണം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും. നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ മതേതരത്വവും എന്നൊക്കെ പ്രസംഗിക്കുന്നത് സത്യസന്ധമാണെങ്കിൽ പാൽഘാറിൽ കൊല്ലപ്പെട്ട സന്യാസിമാർക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല, പ്രകടനം നടത്തിയില്ല, ദിവസങ്ങളോളം ചർച്ചകളും വാഗ്വാദങ്ങളും നടത്തിയില്ല? എന്തുകൊണ്ട് കേരളത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇതേ കാര്യങ്ങൾ നിങ്ങൾ കേരളത്തിലേക്ക് നടത്തിയില്ല? 2 ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഷണ്ഡീകരിക്കപ്പെട്ട രാഷ്ട്രീയക്കാരും മതവിശ്വാസികളും ആണ് എന്ന് പറയേണ്ടി വരും.